നമസ്കാരം. ഈ ഒരു സന്ദർഭം ഊഹിച്ചു നോക്കൂ. നിങ്ങൾക്ക് പ്രധാനമായിട്ടുള്ളൊരു ടാസ്ക് വരുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, വരുന്ന ആഴ്ച ഒരു പരീക്ഷ വരുന്നു. അതിനുവേണ്ടി വായിക്കണമെന്നറിയാം, എന്താണ് വായിക്കേണ്ടത് എന്നറിയാം, ഞാൻ വായിച്ചിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാവുമെന്നും അറിയാം. നമ്മൾ വായിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നു, പക്ഷേ വായിക്കാറില്ല. നമ്മൾ ഇന്ന് മൂഡ് ശരിയല്ല, അടുത്ത ദിവസം വായിക്കാം എന്ന് വെച്ച് അടുത്ത ദിവസത്തേക്ക് മാറ്റി വെക്കുന്നു. അടുത്ത ദിവസം വരുന്നു, നമ്മൾ വായിക്കണമെന്ന് വെക്കുന്നു, വായിക്കാനിരിക്കുന്നു, പക്ഷേ ഇന്ന് മനസ്സത്ര സുഖമില്ല, അടുത്ത ദിവസത്തേക്ക് ആക്കാം എന്ന് വെച്ച് നീക്കി വെക്കുന്നു. പിന്നീടും അടുത്ത ദിവസം വരുന്നു. ഇന്ന് നമുക്കറിയാം ഈ ദിവസം വായിച്ചേ പറ്റൂ, വായിച്ചിട്ടില്ലെങ്കിൽ പരീക്ഷ അപകടത്തിലായിരിക്കും. പക്ഷെ വായിക്കാനിരിക്കുമ്പോൾ നമ്മൾ വായിക്കാറില്ല. അങ്ങനെ പോയി പരീക്ഷേൻ്റെ തലേന്ന് എത്തി ഉറക്കമില്ലാണ്ട് വായിച്ച് ബിപിയും കൂട്ടി അടുത്ത ദിവസം പരീക്ഷാ ഹാളിൽ പോകുന്നു. നമ്മൾ വെച്ച മാതിരി പരീക്ഷ എഴുതാൻ പറ്റുന്നില്ല, അതിനെക്കൊണ്ട് നിരാശ അനുഭവപ്പെടുന്നു. ഈ ഒരു സന്ദർഭം അല്ലെങ്കിൽ ഇതുമാതിരി സിമിലർ ആയിട്ടുള്ള സംഭവം എല്ലാവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ ഉണ്ടാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ നീക്കി വെക്കുന്ന ഈ സംഭവത്തിനെയാണ് നമ്മൾ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. സോ എന്താണ് ഈ പ്രൊക്രാസ്റ്റിനേഷൻ യഥാർത്ഥമായും, അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു, അതിനാൽ എന്ത് ഭവിഷ്യത്താണ് ഉണ്ടാകുന്നത്, അതിനെ എങ്ങനെ പരിഹരിക്കാം, അതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. ആദ്യം തന്നെ നമുക്ക് പ്രൊക്രാസ്റ്റിനേഷനെ ഒന്ന് ഡിഫൈൻ ചെയ്യാം. പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് വെച്ചാൽ നമ്മളൊരു ടാസ്കിനെ അറിഞ്ഞുകൊണ്ട് ഡീലേ ചെയ്യുകയോ പോസ്റ്റ്പോൺ ചെയ്യുകയോ, ആൻഡ് ഡീലേയോ പോസ്റ്റ്പോൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനാൽ നെഗറ്റീവ് കോൺസിക്വൻസസ് ഉണ്ടാകും എന്ന് അറിഞ്ഞുകൊണ്ടിട്ടും നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിനെ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നു. ഒരു കാര്യം ഇപ്പം തന്നെ വ്യക്തമാക്കാനുള്ളത്, ഇത് പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് വെക്കുമ്പോൾ ലേസിനെസ്സോ അല്ലെങ്കിൽ ടൈം മാനേജ്മെൻറ്റിൻ്റെ വിഷയമോ അല്ല. ഇത് അറിഞ്ഞുകൊണ്ട് നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനമാണ്. സോ നമ്മൾ പറഞ്ഞു, ഒരു അറിഞ്ഞുകൊണ്ടിട്ടുള്ള ഒരു തീരുമാനമാണ് ഈ പ്രൊക്രാസ്റ്റിനേഷൻ. എന്തുകൊണ്ടാണ് ഒരു വ്യക്തി പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുക? അതിന് പല കാരണങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാരണം ഈ ഡീലേഡ് ബെനിഫിറ്റ് എന്ന് പറയും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളുടെ മുമ്പിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു TV സീരീസ് കാണുക, മറ്റത് ഒരു എക്സാമിന് വേണ്ടി പഠിക്കാൻ ഉപയോഗിക്കുക അതേ സമയം. ഈ 2 ചോയ്സ് ഉണ്ടാവുമ്പോൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്ന ആളുകൾ അധികവും പ്രിഫർ ചെയ്യുക ആ TV സീരീസിനെ കാണുക എന്ന്. നേരെ മറിച്ച് അവർക്ക് അറിയാം, അതേ സമയം പഠിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എക്സാം കുറച്ചും കൂടി എളുപ്പമായിരിക്കും. സോ എന്തുകൊണ്ടാണ് ഈ ചോയ്സ് ഉണ്ടാക്കിയത്? അതിനുള്ള ഒരു കാരണം, TV സീരീസ് കാണുമ്പോൾ നമുക്ക് അപ്പം തന്നെ അതിൻ്റെ ഒരു പ്ലഷർ, അതിൽ നിന്നുണ്ടാവുന്ന ഒരു സന്തോഷം ആ സമയത്ത് തന്നെ ലഭിക്കും. നേരെ മറിച്ച് പഠിച്ചിട്ട് അതിനുള്ള നല്ല റിസൾട്ട്സ് വരുന്നതിന് കുറച്ച് ടൈം എടുക്കും, ആൻഡ് കുറേയും കൂടി ശേഷമാണ് റിസൾട്ട്സ് വരിക. അതുകൊണ്ട് സന്തോഷമുണ്ടാകും, പക്ഷെ റിസൾട്ട്സ് വരാൻ ടൈം എടുക്കും. ആൻഡ് ഈ ഒരു ഡിഫറൻസ്, പ്ലഷർ കിട്ടുന്നതിൻ്റെ, നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു ടെൻഡൻസി ഉടനടി പ്ലഷർ കിട്ടുന്നതിനാണ് പ്രയോറിറ്റൈസ് ചെയ്യുക. അതുകൊണ്ട് എന്താണോ മുമ്പിൽ പെട്ടെന്നൊരു പ്ലഷർ തരുന്നത് അതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നു. അതാണ് ഒന്നാമതൊരു കാരണം. രണ്ടാമതൊരു കാരണം ഒരു ടാസ്കിനോടുള്ള എവേർഷൻ, അതിനോടുള്ള ഇഷ്ടമില്ലായ്മ. അത് പല കാരണം കൊണ്ടുണ്ടാവാം. ആ ടാസ്ക് നമ്മളെ പേടിപ്പിക്കുന്നതാണെങ്കിൽ, അത് നമുക്ക് ബോറിംഗ് ആണെന്ന് തോന്നുകയാണെങ്കിൽ, നമ്മളിൽ ആങ്സൈറ്റി ഉണ്ടാക്കുന്നതാണെങ്കിൽ നമ്മൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാം. മൂന്നാമത് ലാക്ക് ഓഫ് സെൽഫ് കൺട്രോൾ, അതായത് നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്തത്. നാലാമത്തെ കാരണം പെർഫെക്ഷനിസം. നമ്മൾ ഒരു ടാസ്ക് ഏറ്റെടുക്കുന്നു, അതിനെ വളരെ പെർഫെക്റ്റായി ചെയ്യുന്നു എന്ന് ഊഹിക്കുന്നു. ആൻഡ് ഈ പെർഫെക്ഷനിസത്തിന് വേണ്ടി നമ്മൾ പലതും പ്ലാൻ ചെയ്യുന്നു. പക്ഷെ പ്രശ്നം, ഈ പ്ലാന് ചെയ്തുകൊണ്ടേയിരിക്കെ നമുക്കുള്ളിൽ പേടി വരുന്നു, ആ ടാസ്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാതെ ആകുമോ? ആ പെർഫെക്ഷനിസത്തിൻ്റെ വിചാരണത്തിൽ നമ്മൾ ടാസ്ക് ചെയ്യാണ്ടാവുന്നു. ഇതാണ് കോമൺ ആയിട്ട് ഒരു പ്രൊക്രാസ്റ്റിനേഷനുള്ള കാരണങ്ങൾ. പ്രൊക്രാസ്റ്റിനേഷൻ്റെ ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ്? പ്രൊക്രാസ്റ്റിനേഷൻ ചെയ്യുന്ന ആളുകൾ വർക്കുകളെല്ലാം അവസാനത്തെ നിമിഷമാണ് ചെയ്യുക. അവസാനത്തെ നിമിഷം ചെയ്യുമ്പോൾ ഒത്തിരി സ്ട്രെസ് എടുത്തിട്ടാണ് വർക്ക് ചെയ്യുക. ആൻഡ് അതിനാൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഭവിഷ്യത്തുകൾ ഉണ്ടാകാറുണ്ട്. രണ്ടാമത്തത്, അവസാനത്തെ നിമിഷം വർക്ക് ചെയ്യുമ്പോൾ
പെട്ടെന്നായിരിക്കും കാര്യങ്ങൾ ചെയ്യുക, കുറേയൊക്കെ തട്ടിപ്പ് പരിപാടികളായിരിക്കും, ആ വർക്കിന് ക്വാളിറ്റി അത്രമാത്രം ഉണ്ടാകില്ല. മൂന്നാമത് ഒന്നുള്ളത് മറ്റുള്ളവരുടെ ഇടയിൽ നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായം. എല്ലാം അവസാനത്തെ നിമിഷം ചെയ്യുമ്പോൾ ആൾക്കാർ നമ്മളെക്കുറിച്ച് പറയുക, ആ വ്യക്തിയെ അത്ര വിശ്വസിച്ചുകൂടാ, അവസാനത്തെ നിമിഷമാണ് അദ്ദേഹം എല്ലാം ചെയ്യുന്നത്, അതുകൊണ്ട് അത്ര വിശ്വസ്തനായിട്ടുള്ള ആളല്ല എന്ന്. ഇങ്ങനത്തെ ഒരു അഭിപ്രായം വരുമ്പോൾ അത് നമ്മുടെ പ്രൊഫഷണൽ ലൈഫിനെയും പേഴ്സണൽ ലൈഫിനെയും ബാധിക്കും. വരെ നമ്മൾ എന്താണ് പ്രൊക്രാസ്റ്റിനേഷൻ, അത് എന്തുകൊണ്ട് ഉണ്ടാവുന്നു, അതിനാലുള്ള ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഈ ഇന്നത്തെ ചർച്ചാ വിഷയത്തിന്റെ കോർ പാർട്ടാണ് എങ്ങനെയാണ് പ്രൊക്രാസ്റ്റിനേഷനെ നമ്മൾ നേരിടുക. പ്രൊക്രാസ്റ്റിനേഷനെ നേരിടുമ്പോൾ എൻ്റെ ഫസ്റ്റ് അഭിപ്രായം നമുക്ക് വേണ്ടത് അവെയർനെസ് ആണ്. ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രൊക്രാസ്റ്റിനേഷനെ നേരിടാൻ പറ്റുകയുള്ളൂ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് അവെയർനെസ് ആണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് ആക്സെപ്റ്റൻസ്. നമ്മൾ അംഗീകരിക്കുക, നമ്മൾ മനുഷ്യന്മാരാണ്, 100% പെർഫെക്റ്റ് അല്ല, നമ്മളെ കൊണ്ട് തെറ്റുണ്ടാകാറുണ്ട്. ഈ അംഗീകാരം അധികം ക്രിട്ടിക്കലായിട്ടല്ല, നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന്. മൂന്നാമത്തത് നമുക്ക് വേണ്ട ഒരു വിശ്വാസമാണ്, ഈ പ്രൊക്രാസ്റ്റിനേഷൻ നമുക്ക് മാറ്റാൻ കഴിയുമെന്ന്. പ്രൊക്രാസ്റ്റിനേഷൻ എങ്ങനെയാണ് മാറ്റുക, അതിനുവേണ്ടി ഞാൻ 10 ടിപ്സാണ് തരാൻ പോകുന്നത്. ടിപ്പ് നമ്പർ 1, നമ്മൾ ഒരു ടാസ്ക് വെച്ച് തുടങ്ങുക. എന്ത് ടാസ്ക് ആണെങ്കിലും ഒന്ന് തുടങ്ങുക. ഒരു ഉദാഹരണം വെച്ചാൽ, നിങ്ങളൊരു പുസ്തകം വായിക്കണമെന്ന് തീരുമാനിച്ചു. ഒരൊറ്റ പേജ് വായിക്കാൻ തുടങ്ങുന്നതിൽ വെച്ച് തുടങ്ങും. ഈ തുടങ്ങിക്കിട്ടുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ വണ്ടീൻ്റെ എഞ്ചിൻ സ്റ്റാർട്ടാവുന്നത് മാറിയാണ്. സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരിക്കാം, പക്ഷെ തുടങ്ങിക്കഴിഞ്ഞാൽ വണ്ടി നീങ്ങിക്കോളും. ടിപ്പ് നമ്പർ 2, രണ്ടാമത്തത്, നമുക്ക് ദിവസത്തിൽ നമ്മൾ ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള സമയം ഏതാണെന്ന് മനസ്സിലാക്കുക. ചിലർക്ക് രാവിലെ സമയങ്ങളാണ്, ചിലർക്ക് രാത്രി സമയങ്ങളാണ്. നിങ്ങൾ ഡിസൈഡ് ചെയ്യുക നിങ്ങൾക്ക് ഏതാണ്. ആ ടൈമിൽ നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ടാസ്ക് നിങ്ങൾ നീക്കി വെക്കുക. പഠനത്തിൻ്റെ ഉദാഹരണം എടുത്തുകൊണ്ട് തന്നെ ചിലവർക്ക് മാത്സ് ആണ് ബുദ്ധിമുട്ട്. അങ്ങനെയാണെങ്കിൽ ഒന്നെങ്കിൽ രാവിലെ ടൈമാണ് നിങ്ങൾ ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള സമയം എന്ന് വെച്ചാൽ ആ ടൈമിൽ മാത്സ് പഠിക്കാൻ വേണ്ടി വെക്കും. ഈ ആക്റ്റീവായി നിൽക്കുന്ന സമയത്തിന്റെ പ്രത്യേകത, ആ ടൈമിൽ നമ്മൾ ക്ഷമയോടെ കോൺസെൻട്രേഷൻ കൊടുക്കാൻ പറ്റുന്നതാണ്. ആൻഡ് ഇത് നമുക്ക് ഒരു ബുദ്ധിമുട്ടുള്ള ടാസ്കിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി സഹായിക്കും. ടിപ്പ് നമ്പർ 3, ഒരു വലിയൊരു ടാസ്ക് നമ്മുടെ മുന്നിൽ ഉണ്ടാകുമ്പോൾ അത് നമ്മളെ പേടിപ്പിക്കുന്നതാണ്. സോ അതേ ടാസ്കിനെ നമുക്ക് ചെറിയ ചെറിയ ടാസ്കുകളായി സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് അത്ര ഭയാനകമായി തോന്നില്ല. ഈ ചെറിയ ചെറിയ ടാസ്കുകൾ നമ്മൾ പൂർത്തീകരിക്കുമ്പോൾ ക്രമേണ ആ വലിയ ടാസ്ക് പൂർത്തീകരിക്കുന്നതിലേക്ക് എത്തും. നാലാമത്തെ ടിപ്പ്, നമ്മൾ ദിവസത്തിൽ ടാസ്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് ടൈം സ്ലോട്ട്സുകളായി മാറ്റി വെക്കും. ആ ടൈം സ്ലോട്ട്സ് ചെറിയ കാലഘട്ടമായാലും മതി. തുടക്കത്തിൽ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ ആയിക്കോട്ടെ. ആ ടൈമിൽ നമ്മൾ തീരുമാനിക്കുക, നമ്മൾ എന്താണോ ടാസ്ക് ഏറ്റെടുത്തിരിക്കുന്നത് ആ പൂർണ്ണമായിട്ടും ആ സമയം ആ ടാസ്കിനായിട്ടാണ് കൊടുക്കുന്നത്. ഉദാഹരണം വെച്ചാൽ, നമ്മളൊരു വിഷയം വായിക്കാൻ വെച്ചു, ആ സമയത്ത് നമ്മൾ പഠനത്തിന് മാത്രം കൊടുത്തിരിക്കും. വേറെ ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, ഈ സമയത്ത് വേറെ ഒന്നും ഡിസ്ട്രാക്ഷൻ വരാൻ പാടില്ല. പാട്ട് കേൾക്കുന്നതാണ് ശരി, അല്ലെങ്കിൽ മൊബൈലിൽ ഇടയ്ക്കൊന്ന് മെസ്സേജ് ചെക്ക് ചെയ്യുന്നതെല്ലാം ഈ ടൈമിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യരുത്. കുറെ പേര് എന്ത് പറ്റും, പഠനത്തിന്റെ ഭാഗമാണ് എന്ന് വെച്ച് ഞാൻ ഓൺലൈൻ ചെക്ക് ചെയ്യാന്ന് വെച്ച് പോകും. പക്ഷെ തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റു പലതും നോക്കി പോവും, ആ സമയം പാഴാക്കി പോകും. സോ സ്പെസിഫിക് ആയിട്ട് നമ്മൾ കുറച്ച് ടൈമേ മാറ്റി വെക്കുന്നുള്ളൂ, പക്ഷെ ആ സമയത്ത് നമ്മൾ തീരുമാനമെടുത്ത ആ ടാസ്കിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യും. നമ്പർ 5, നമുക്ക് ഒത്തിരി ടാസ്കുകൾ ഉണ്ടാവുമ്പോൾ അതും പേടി തോന്നും. ഉദാഹരണം വെച്ചാൽ, 100 ടാസ്കുകൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് 100 ടാസ്ക് ഉണ്ടല്ലോ എൻ്റെ മുമ്പിൽ എന്ന് കാണുമ്പോൾ പേടി തോന്നും. അപ്പോൾ നമ്മൾ ആ ടാസ്കിനെ പ്രയോറിറ്റൈസ് ചെയ്യുക. ഈ 100ൽ 100ഉം ചിലപ്പം അത്ര ഒരേ രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം എന്നില്ല. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 or 6 ടാസ്ക് ഏറ്റെടുക്കുക. ഒരു ദിവസത്തിൽ അത് പൂർത്തീകരിക്കും എന്ന് വെക്കുക. ആ ടാസ്കുകൾ പൂർത്തീകരിക്കുമ്പോൾ അടുത്ത ദിവസം അത് നെക്സ്റ്റ് ചെയ്ത ഇമ്പോർട്ടൻറ്റ് 5 or 6 ടാസ്ക് അത് ഏറ്റെടുക്കുക, അത് പൂർത്തീകരിക്കാൻ നോക്കുക. ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് പ്രയോറിറ്റി ടാസ്ക് മാത്രം തീർത്തുകൊണ്ട് വരുമ്പോൾ നിങ്ങൾക്കും ഒരു കോൺഫിഡൻസ് വരും. ക്രമേണ നിങ്ങളെ പേസും പിക്കപ്പ് ചെയ്ത് നിങ്ങൾ എല്ലാ ടാസ്കും തീർക്കാൻ പറ്റും. പക്ഷെ ചില കാരണവശാൽ ചിലപ്പോൾ 5 or 6 ടാസ്ക് വെച്ച് ചിലപ്പോൾ 2 or 3 തീർക്കാൻ പറ്റിയിട്ടുള്ളൂ. വിഷമിക്കേണ്ട ആവശ്യമില്ല. അടുത്ത ദിവസം ആ വെച്ച ടാസ്കുകൾ നമ്മൾ വീണ്ടും ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ തലേന്ന് വെച്ച ടാസ്കുകളും ചേർക്കുക, എന്നിട്ട് ഒന്നും കൂടി പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കുക. രണ്ടാമത്തെ ടിപ്പ്, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളൊരു ഡെഡ് ലൈൻ സെറ്റ് ചെയ്യുക. ഒരു ഉദാഹരണം വെച്ചാൽ, ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരു പണി തീർക്കേണ്ടതാണെന്ന് വെച്ചാൽ നിങ്ങൾ 5ാമത്തെ ദിവസത്തേക്കോ അറ്റ്ലീസ്റ്റ് ഒരു 6ാമത്തെ ദിവസത്തേക്ക് ഒരു ഡെഡ് ലൈൻ വെക്കുക.
നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഒരു ഡെഡ് ലൈൻ വെക്കുമ്പോൾ നിങ്ങൾ ഉത്തരവാദിത്തോടെ തീർക്കാൻ നോക്കും. ആൻഡ് 1-2 ദിവസം മുമ്പേ വെക്കുമ്പോൾ അഥവാ എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും ഡിലേ വന്നാലും നിങ്ങൾക്ക് തീർക്കാൻ വേണ്ടി ഒരു ടൈം ഉണ്ടാവും. സോ ഒരു ഡെഡ് ലൈൻ വെക്കുക, വേണമെങ്കിൽ 1-2 ദിവസം മുമ്പേ തീർക്കുന്ന രീതിയിൽ. ടിപ്പ് നമ്പർ 8, നിങ്ങൾ ചെയ്യുന്ന ടാസ്കിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വിഷയത്തിനോട് കമ്പൈൻ ചെയ്യുക. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾക്ക് തുണി മടക്കുന്നത് ഇഷ്ടമല്ല, പക്ഷെ പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്. പാട്ട് കേട്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ തുണി മടക്കി വെക്കാം. സോ ടാസ്കും നടന്നു കിട്ടുന്നു, നിങ്ങൾക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നു. ഇങ്ങനെ കമ്പൈൻ ചെയ്യുന്നത്, ഒരു ഇഷ്ടമുള്ള ഒരു വസ്തുവും ഇഷ്ടമില്ലാത്ത ഒരു വസ്തുവിനെയും കൂടി കമ്പൈൻ ചെയ്യുന്നത് ഒരു എഫക്റ്റീവ് ആയിട്ടൊരു മെത്തേഡാണ്. 9ാമത്തെ ടിപ്പ്, നിങ്ങൾ ടാസ്ക് ചെയ്യുമ്പോൾ നിങ്ങളെ ചുറ്റുപാടിന് ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ ആക്കുക. അഗെയിൻ പഠനത്തിൻ്റെ ഉദാഹരണത്തിൽ തന്നെ നിങ്ങൾ പഠിക്കണം എന്ന് വെച്ചു. ആ ടൈമിൽ നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന സാധനങ്ങളെല്ലാം മാറ്റി വെക്കുക. മൊബൈൽ മാറ്റി വെക്കുക, വേണമെങ്കിൽ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്യുക, ഒരു ശബ്ദമില്ലാത്ത ഭാഗത്ത് പോയി വായിക്കുക വീട്ടിൻ്റെ, അല്ലെങ്കിൽ ലൈബ്രറിയിൽ പോയി വായിക്കുക. ഈ ഡിസ്ട്രാക്ഷൻസ് കുറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ടാസ്കിൽ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യും. ആൻഡ് അവസാനമായിട്ടുള്ളൊരു ടിപ്പ്, നിങ്ങൾ ഒരു ടാസ്കിനെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിനു വേണ്ടി നിങ്ങൾക്കായിട്ടൊരു റിവാർഡ്സ് വെക്കുക. സമ്മാനം കിട്ടുന്ന കാര്യത്തിൽ ആർക്കും വിരോധമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നിങ്ങൾ ചെറിയ ചെറിയ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കായിട്ടൊരു റിവാർഡ്സ് വെക്കുക. ആ റിവാർഡ്സ് കാണുമ്പോൾ അത് നമുക്കും ഒരു ഇൻസെൻറ്റീവാണ് ടാസ്ക് പൂർത്തീകരിക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞ 10 ടിപ്സ് അല്ലാണ്ട് ഒത്തിരി മെത്തേഡ്സ് ഉണ്ട് പ്രൊക്രാസ്റ്റിനേഷനെ നേരിടാൻ വേണ്ടി. പക്ഷേ ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വെച്ചിരിക്കുന്ന ടിപ്സിനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ അറ്റ്ലീസ്റ്റ് 2-3 നിങ്ങൾ സെലക്ട് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കും, വ്യത്യാസം വരും. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പ്രൊക്രാസ്റ്റിനേഷനെ നേരിടാനുള്ള മെത്തേഡ്സ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വെക്കുന്നു. ആൻഡ് നൈക്കിയുടെ ടാഗ് ലൈൻ പറയുന്ന മാതിരി ജസ്റ്റ് ഡു ഇറ്റ് എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.